എല്ലായിടത്തും മാവ് പക്ഷെ പൊതുവെ കുറവാണ്. എന്നാലും ഉണ്ട്. നമ്മള് പണ്ട് കാലത്ത് നമ്മളെ കാരണവന്മാരൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന മാങ്ങാത്തര. എങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങ ചെത്തുന്നു, എന്നിട്ട് നമ്മള് പായ്ക്കകത്തിട്ട് വരയ്ക്കുന്നു. അതൊന്ന് തൂക്കി നോക്കാം. 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെത്തുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മുടെ മിഷൻ എന്തിനും പറ്റിയ നമ്മുടെ ഡീഹൈഡ്രേറ്റർ. പാ വേണ്ട, വെയിലത്ത് വെക്കണ്ട, ഉണക്കണ്ട, കഴുകി ചെത്തി ഉണക്കി 20 മണിക്കൂർ കൊണ്ട് നമ്മൾ 8 ദിവസം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് 20 മണിക്കൂർ കൊണ്ട് മാങ്ങാത്തര ഉണ്ടാക്കി വരുന്നതായിരിക്കും. മാങ്ങാക്കടയിലേക്ക് എത്തി വെച്ചിട്ടുണ്ട്. വെള്ളം കൂട്ടാതെ ജ്യൂസ് അടിക്കാം. മിക്സിയിലിട്ട് അടിക്കുവാണ്. രണ്ട് രീതിയിലാണ് ആക്കുന്നത്. 2 രീതിയിലാക്കും. ഒന്ന് നമുക്ക് ഇതുപോലെയുള്ള പാത്രങ്ങൾ ഒഴിക്കാം. ഇത് നമ്മുടെ ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പറിലാണ് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നല്ല സിമ്പിൾ പരിപാടിയാണ്. കട്ടിയിൽ ഒഴിക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ. അതെ, ഉണങ്ങി കഴിയുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ബട്ടർ പേപ്പറുകളിൽ ഒഴിക്കാം. അതിലും നല്ല കട്ടിയിൽ ഒഴിക്കണം. ഏറ്റവും ചെറുതായിട്ട് ഉണ്ടാക്കുക. ഏറ്റവും ചെറുതായിട്ട് ബിസിനസ് തുടങ്ങുക. അതിൽ 2 തട്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുവാണ്. വളരെ സിമ്പിൾ പരിപാടിയാണ്. 65 ഡിഗ്രി ചൂട് 10 മണിക്കൂർ അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഒരു 10-15 മണിക്കൂർ കൊണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മുടെ മാങ്ങാത്തര ഇതാ 15 മണിക്കൂർ 15.5 മണിക്കൂർ എടുത്തു. ഇതാ നമ്മളെ ഫോയിൽ പേപ്പറിൽ വെച്ചത്. ഇത് നമ്മൾ ഇടയ്ക്ക് വേവൊക്കെ നോക്കാൻ വേണ്ടിട്ട് പാകം നോക്കാൻ വേണ്ടി എടുത്താണ്. അത് നല്ല റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാക്കിയാൽ നമുക്ക് തന്നെ വീട്ടിൽ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെ സെയിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇത് പാക്ക് ചെയ്യുക. ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ചുരുട്ടുക. പേപ്പറിൽ ഇത് മറ്റേ ബട്ടർ പേപ്പറാണ്. നിങ്ങൾക്ക് നല്ല ഡിസൈനുള്ള മുട്ടായി ചുറ്റുന്ന ഡിസൈനുള്ള പേപ്പറിൽ എടുക്കാം. ഇതാ മുട്ടായി. ഇനി അല്ലെങ്കിൽ നല്ല ഡിസൈൻ ആക്കണമെങ്കിൽ ഇതുപോലെ ഫോയിൽ പേപ്പറിൽ ചുറ്റുക, ഡിസൈൻ ആക്കുക. എന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമ്മള് ഫേസ്ബുക്കിലെ വാട്സാപ്പിലൊക്കെ വന്നിടുക. അല്ലേ, കൂട്ടുകാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് തന്നെ ഓർഡർ വരും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഓരോ പുതിയ പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ വലിയ മുടക്കമില്ല. നമുക്കൊരു മെഷീൻ മേടിക്കേണ്ട 3900 രൂപയുടെ ഒരു മെഷീന്റെ മുടക്കമുള്ളൂ. വേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. അല്ലെ, ഇതേ കളർ തന്നെ കിട്ടും. ഇതേ കളർ തന്നെ കൊണ്ട് വേർത്ത് വെച്ചാലും സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പൊ എല്ലാ വീട്ടിലും ഒരു ബിസിനസ്. നമ്മളെ വീട്ടിൽ വെറുതെ പോകുന്ന മാങ്ങാപ്പഴം ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുക. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.